അപ്പം ഞങ്ങൾ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേച്ചി എവിടെ? ഞാൻ ജോലിക്ക് പോയേക്കാണ് ഗൈസ്, ജോലിക്ക് പോയേക്കുവാണ്, അതാണ് കാണാത്തത്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. അന്നെ മാത്രമല്ല ഇവിടെ. അപ്പം പറ, നമ്മൾ അവിടെയാ. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അത് തന്നെ, ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊരു പാവയ്ക്കത്തോട്ടത്തിലാണ് ഗൈസ്. കേട്ടോ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് പാവയ്ക്കയുടെ കട. നമ്മൾ കട മൂട് എന്നൊക്കെ പറയും കേട്ടോ. പാവയ്ക്കയുടെ തണ്ട് നോക്കിക്കുക, നല്ല മൂത്ത തണ്ടാണ് കേട്ടോ. ഇതുപോലെ കുറേ കടകളുണ്ട് ഇവിടെ. അതിനകത്ത് നിന്നാണ് ഇവർ ഈ പാവയ്ക്കയുടെ തോട്ടം ഉണ്ടാക്കിയെടുത്തേക്കണം കേട്ടോ. തോട്ടം അല്ലെങ്കിൽ പന്തലെന്നൊക്കെ പറയില്ലേ, ആ സെറ്റപ്പ്. പന്തലിടാനായിട്ട് ഇവർ വലയില്ലേ, നമ്മൾ മീനൊക്കെ പിടിക്കണേ, വലിയ കല്ലുള്ള വലയാണ് കേട്ടോ. അതുകൊണ്ട് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ചാടിപ്പോയും ഗൈസ്. അപ്പോൾ അത് നോക്കിക്കേ, ആ ഒരു വല വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പന്തലിട്ടേക്കണത്. പാവയ്ക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മൾ താമസിച്ചു പോയി ഗൈസ്. ഇതിന് മുമ്പേ വരുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എന്നാണ് ചേട്ടനും ചേച്ചിയും പറഞ്ഞത്. ഇത് നട്ടേക്കണ ചേട്ടൻ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയെ കാണിച്ചു തന്നത് പാവയ്ക്കയുടെ നീട്ടമാണ് കേട്ടോ. ഇത് പറിക്കാറായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല, നമ്മൾ ഒടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവരൊന്നും ഓടിക്കും ഗൈസ്, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കല്ല് കെട്ടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം ഈ പാവയ്ക്ക കൊഞ്ച് പോലെ വളഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഇവർ നീണ്ടു വരാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടി കൊടുക്കണം കേട്ടോ. ചെറുപ്പത്തിലേ തന്നെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ സെറ്റായിക്കോളും. പിന്നെ ഞാൻ ഈ നോക്കിക്കൊണ്ട് നടക്കണത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പാവയ്ക്കല്ല പടവലങ്ങ നട്ടിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ ഇടയ്ക്ക് ചെടികളൊക്കെ കാണാം. ജമന്തിയാണ് കേട്ടോ. ജമന്തി നട്ടിട്ടുണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല എന്നാണ് പറയണത്. അതുകൊണ്ടാണ് കേട്ടോ നടുന്നത്. നല്ല ഭംഗിയാണ്, വലിയ പൂവാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാവേ. പിന്നെ നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ പടവലങ്ങ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പടവലങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ ഉണക്ക കൊഞ്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒലത്തി കഴിക്കണം. എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ? അതൊക്കെയാണ് ഞാൻ അവിടെ നിന്നിട്ട് ഓർത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് പറിക്കാറായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇതിലും വലുതാവോ അതോ ഇത്ര ഉള്ളൂ എന്ന് അറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ പടവലത്തിൻ്റെ ചോട്ടിയാണ് കേട്ടോ. നമ്മൾ പാവലത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് മുകളിലേക്ക് വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പാവലും പടവലും ഒക്കെ നമ്മൾ കാണിച്ചു തന്നു. ഈ ഒരു പാവലം നമ്മളെ ഫോട്ടോ ബോം ചെയ്യുന്നുണ്ടല്ലോ, മറക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.